നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെക്കന്ദരാബാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തെലങ്കാനയിലെ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പും കൃത്യമായി അതിൻ്റെ പോളിംഗ് നടക്കാൻ പോകുന്നത് മെയ് മാസം 13-ാം തീയതിയാണ്. ഈ രാജ്യം ഉറ്റുനോക്കുകയാണ്. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് 13 സീറ്റുകൾ എങ്കിലും നേടും എന്ന സർവേ റിപ്പോർട്ടുകൾ റൂട്ട് തലത്തിൽ തന്നെ വരുന്നുണ്ട്. അതങ്ങനെ തന്നെ സംഭവിക്കുമോ, അതോ ഇക്കുറി കൂടുതൽ സീറ്റുകൾ BJP നേടിയെടുക്കുമോ? നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 4 സീറ്റുകൾ 17 ലോക്സഭാ സീറ്റുകളുള്ള തെലങ്കാനയിൽ നിന്നും നേടിയെടുത്തു. സെക്കന്ദരാബാദിലെ MP എന്ന് പറയുന്നത് ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള G. കിഷൻ റെഡ്ഡിയാണ്. അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് സെക്കന്ദരാബാദിൽ നടത്തിയത്. നമുക്കറിയാം, ബംഗാരു ദത്താത്രേയ ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ ജയിച്ചുപോയ മണ്ഡലമാണ് സെക്കന്ദരാബാദ് ലോക്സഭാ മണ്ഡലം. അതിശക്തമായിട്ടുള്ള പോരാട്ടം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ BJP കാഴ്ചവെച്ചാണ് ജയിച്ചത്. നമുക്കറിയാം, സെക്കന്ദരാബാദും നൈസാമാബാദും ഒക്കെ നിലവിൽ BJPയുടെ കൈവശമാണ്. നൈസാമാബാദിൽ കഴിഞ്ഞ തവണ K. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളായിട്ടുള്ള കവിത അവർ പരാജയപ്പെട്ടു എന്നുള്ളത് BRSനെ സംബന്ധിച്ചിടത്തോളം ഭാരത രാഷ്ട്ര സമിതി, BRS എന്ന പാർട്ടി, അതായത് തെലങ്കാന രാഷ്ട്ര സമിതിയുടെ ഒരു പേരുമാറ്റലായിരുന്നു അന്ന് അവിടെ നടത്തിയത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BRS പരാജയപ്പെട്ടു. കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. രേവന്ത് റെഡ്ഡി നിലവിൽ മുഖ്യമന്ത്രിയാണ്. ഇതെല്ലാം നമുക്കറിയുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഒരു കാര്യം, ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ്. കോൺഗ്രസ് വേഴ്സസ് BRS വേഴ്സസ് BJP. ഇവിടെ 17 ലോക്സഭാ മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ള BRSൻ്റെയും BJPയുടെയും വിലയിരുത്തലാണ്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് BRS വളരെ പിന്നോട്ട് പോയിരിക്കുന്നു, BRS വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രേവന്ത് റെഡ്ഡിയും ഉദ്ധം കുമാർ റെഡ്ഡിയും അവകാശപ്പെടുന്നത്. ഇത് എത്രത്തോളം ശരിവെക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമുക്കറിയാം, സെക്കന്ദരാബാദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ BJP മുന്നേറ്റം. കിഷൻ റെഡ്ഡി വിജയം ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി എന്ന സ്ഥാനത്ത് നിന്നും ഒരുപക്ഷെ ക്യാബിനറ്റ് റാങ്കിലേക്ക് വരെ ഉയർത്തപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. നമുക്കറിയാം, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് സെക്കന്ദരാബാദ് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ. ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ കാഞ്ചഗുഡയിലേക്കും പോകേണ്ട പല ആളുകൾക്കും ഏറ്റവും പ്രധാനമായി ഇറങ്ങി വരേണ്ടത് സെക്കന്ദരാബാദിലാണ്. അതായത് കേരളത്തിൽ നിന്ന് തന്നെ സെക്കന്ദരാബാദിൽ പോകാൻ ഒരേ ഒരു ട്രെയിനാണ്, ശബരി എക്സ്പ്രസ് ആണുള്ളത്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദ് എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്തായാലും 17 ലോക്സഭാ സീറ്റിൽ ഏറ്റവും കുറഞ്ഞത് 10 എണ്ണമെങ്കിലും നേടിയാലേ കോൺഗ്രസിന് ആശ്വാസകരം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആന്ധ്രാപ്രദേശ് വിഭജിച്ചതിന് ശേഷം കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഛത്തീസ്ഗഡിൽ പോലും ലഭിച്ചപ്പോൾ രേവന്ത് റെഡ്ഡിയുടെ മികവിൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ PCC അധ്യക്ഷ സ്ഥാനത്തിൻ്റെ വലിയ നേട്ടം കോൺഗ്രസ്സിന് ഒരു ചുക്കാനായി മാറുകയായിരുന്നു. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. തെലങ്കാനയുടെ രാഷ്ട്രീയം എങ്ങനെ മാറി ചിന്തിക്കുന്നു, എങ്ങനെ ആയിരിക്കും ഇവിടെ രാഷ്ട്രീയപരമായി വിധിയെഴുത്ത് നടക്കുക, ഇക്കുറി മാറ്റം സംഭവിക്കുമോ? സെക്കന്ദരാബാദിൻ്റെ രാഷ്ട്രീയം നമുക്കിവിടുത്തെ വോട്ടർമാരോട് തന്നെ ചോദിച്ചറിയേണ്ട കാര്യമായിട്ടുണ്ട്.